നിലവിലെ ബിഗ് ബോസിൽ ആകെക്കൂടി 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അനുമോള്, ആദില, നൂറ, പട്ടാക് ഗേൾസ്. പക്ഷേ ഇവര് മൂന്നൂരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കെട്ട് ആദിലയും നൂറയും മാത്രമാണ്. അനുമോൾ ആ കൂട്ടത്തിലില്ല. പിന്നെ കുറച്ച് ആണുങ്ങൾ സെറ്റാണ് ഇതിനകത്തുള്ളത്. അക്ബർ, നെവിൻ, ആര്യൻ, ഷാനവാസ്, അനീഷ്, സാബുമാൻ. അപ്പം ഈ 6 പേരും പിന്നെ 3 ഗേൾസും ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇത്രയും പേരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. പൊതുവെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഈ കുറച്ചു പേരായ സമയത്ത് അക്ബർ, ആര്യൻ, നെവിൻ ഇവര് മൂന്നുപേരും ഒരു ടീമായി മാറിയിട്ടുണ്ടായിരുന്നു. ഇവര് മൂന്നുപേരും ഓൾവേസ് ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. ലക്ഷ്മി ഉണ്ടായിരുന്നപ്പോൾ സാബുമാൻ, ലക്ഷ്മി ഒരു സെറ്റായിരുന്നു. അനീഷ്, ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചാലും കൂട്ടുകൂടിയാലും ഇടയ്ക്കിടയ്ക്ക് അവർ അങ്ങനെ ഇങ്ങനെ പോവും. പിന്നെ ഷാനവാസ് ഈ പറഞ്ഞ പട്ടാക് ഗേൾസിന്റെ കൂടെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പട്ടാക് ഗേൾസിനകത്ത് ആദിലയും നൂറയും ഒട്ടും അടുപ്പിക്കാറില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ പോവാറുമില്ല. പക്ഷേ ഇന്ന് ഇപ്പോ മറ്റൊരു സംഭവം ലൈവിൽ നടക്കുകയാണ്. അതൊരു നിസ്സാര കാര്യമല്ല. ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച ഒരു വട്ടം ചോദിച്ചു വെച്ചൊരു കാര്യം അടുത്ത ആഴ്ച വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം. അതായത് ആദിലയും നൂറയും നോമിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാണ്. ഇവർ രണ്ടുപേരും 2 ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് എന്ന് കഴിഞ്ഞ ആഴ്ച വ്യക്തമായിട്ട് ലാലേട്ടൻ എടുത്തു പറഞ്ഞു. നിങ്ങൾ എന്താണ് ഗെയിമിലൊക്കെ ഒന്നിച്ച് കളിക്കുന്നത്? അതായത് നൂറയ്ക്ക് ബോൾ കുറഞ്ഞപ്പോൾ ആദില കൊണ്ടുവന്ന് ബോൾ കൊടുക്കുന്നു. ഇതൊക്കെ വളരെ ചീപ്പ് ഗെയിമിംഗ് തന്നെയാണ്. സത്യം പറയാനോ ഭയങ്കര ചീപ്പാണ്. കാരണം അവർ ഒറ്റ കണ്ടസ്റ്റന്റ് അല്ല, 2 കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അതൊരു മോശമായിട്ട് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ അത് ലാലേട്ടൻ വന്ന് ചോദിച്ചത് പോലും നിങ്ങൾക്ക് എന്താ ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ ഒറ്റയായിട്ടല്ല കളിക്കുന്നത്, 2ആയിട്ടാണ് കളിക്കുന്നത്, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇന്ന് അവർ 2 പേരും കൂടെ സെറ്റി കിടന്ന് നൈസായിട്ട് ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യണം. അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ട്, നെവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ 2 പേരും പറയുന്നത് 2 ഒരേ ആൾക്കാരാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുവാണ്.